നമുക്ക് പ്രാർത്ഥിക്കാം. അല്പാസമയം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒരുക്കാം. നമ്മെ തന്നെ ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്ക് അല്പസമയം ആയിരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദൈവം നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിലെ ദൈവം നമുക്ക് നൽകിയ സൗഖ്യത്തിനായി, സുഖകരമായ വിശ്രമത്തിനായി സ്തോത്രം ചെയ്യാം. ഒരു പുതിയ പകൽക്കാലത്തിലേക്ക്, പ്രഭാതത്തിലേക്ക് നമ്മളെ ദൈവം നടത്തിയതിനായി, എത്തിച്ചതിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ കരുണയ്ക്കായും ദൈവത്തിന്റെ കൃപയ്ക്കായും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഈ നാളുകളിലൊക്കെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനും നടത്തുവാനും ആവശ്യമായ ദൈവകൃപ, ദൈവ സ്നേഹം, ദൈവത്തിന്റെ കരുതലും ശക്തിയും ദൈവം നമുക്ക് നൽകണമേ. ജീവിതത്തിന്റെ ഓരോരോ പ്രതിസന്ധികളിലും ഓരോരോ ആവശ്യ ഘട്ടങ്ങളിലും ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ ബലം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, അനുഗ്രഹീതമായ ഈ പുതിയ പകൽക്കാലത്തിനായി, പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിച്ചു. ഈ പുതിയ പകൽക്കാലത്തിലേക്ക് സുഖത്തോടെ, ക്ഷേമത്തോടെ ഞങ്ങളെ നയിച്ചതിനായി, നടത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരുപാട് ആകസ്മികതകൾ നിറഞ്ഞ ഈ ലോകം തൊട്ടടുത്ത നിമിഷത്തിൽ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഞങ്ങളുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കും എന്ന് നിർണയിക്കുവാനോ നിശ്ചയിക്കുവാനോ ആവാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അത്രത്തോളം ബലഹീനരാണ്, അത്രത്തോളം ദുർബലരാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭങ്ങളിൽ കർത്താവെ, ഞങ്ങള് അവിടുത്തെ കരങ്ങളിൽ മാത്രം ആശ്രയിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ കൃപയാൽ മാത്രമാണ്. അങ്ങയുടെ കൃപയും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുതലുമാണ് കർത്താവെ ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നത്. കർത്താവെ, ഞങ്ങളെ വിട്ട് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെട്ടവരെക്കാൾ ഒന്നും ഞങ്ങൾ ശ്രേഷ്ഠതയുള്ളവരല്ല, മൂല്യമുള്ളവരല്ല, പ്രശംസിക്കത്തക്ക ഒരു നന്മയും അവകാശപ്പെടുവാനുള്ളവരല്ല. എന്നാൽ കർത്താവെ, നിന്റെ വലിയ കരുണയാണ്, കൃപയാണ്. അത് ജീവിതത്തിലും ജീവിതത്തിന് ശേഷവും എല്ലാ സമയങ്ങളിലും ഞങ്ങളെ നിലനിർത്തുന്നത്, ഞങ്ങളെ നയിക്കുന്നത് അങ്ങയുടെ വലിയ കരുണയാണ്, കൃപയാണ്. കർത്താവെ, അങ്ങയുടെ ആ അളവില്ലാത്ത സ്നേഹത്തിനായി, കരുണയ്ക്കായി, കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന ഈ ജീവിതം കർത്താവെ, അത് നന്മയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഒക്കെ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഞങ്ങളുടെ ആലോചനകളിൽ, ഞങ്ങളുടെ ബന്ധങ്ങളിൽ കർത്താവെ വന്നുപോയ കുറവുകളും കുറ്റങ്ങളും അവിടുന്ന് പൊറുക്കണമേ. കർത്താവെ, ഞങ്ങളിൽ കൂടുതൽ വിശ്വാസം നൽകണമേ.
ഞങ്ങളെ പ്രത്യാശയാൽ അവിടുന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രത്യാശയിൽ ഉറപ്പിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ കൂട്ടങ്ങളും കൂട്ടായ്മകളും ആരാധനകളും ഒക്കെ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, നിന്നോടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സഭയിലെ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു. എന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് മുദ്രയിട്ട് അവിടുത്തെ കൃപയിൽ, അവിടുത്തെ കരുണയിൽ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ. പ്രത്യേകിച്ച് കർത്താവ്, ഈ പ്രഭാതത്തിൽ വെള്ളിയാഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വിശ്വാസത്തോടു കൂടെ കൂടി വരുവാൻ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ലോകത്തിന്റെ പലയിടങ്ങളിൽ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിച്ചതിനായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഈ പ്രാർത്ഥനയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം കൂടുതൽ ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെടുവാൻ ഇടയാക്കണമേ. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ മക്കൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിന്റെ കൃപ, അത്യന്ത ശക്തി കർത്താവ് പകരണമേ. യാതൊരു വിധമായ സാങ്കേതികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതെ, തടസ്സങ്ങളോ കൂടാതെ ആത്മാവിൽ അങ്ങ് ഒരുമിച്ച് ആരാധിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. കൂടിച്ചേരേണ്ടവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. വിശ്വാസത്തിലും ആത്മാവിലും ഒരുമിച്ച് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങെ ആരാധിപ്പാൻ സഹായിക്കണമേ. സകലവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ചയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനയിലേക്ക്, ഓൺലൈൻ പ്രയറിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സഭയിൽ നിന്നും ദൂരെ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് രശ്മി ആഷ്ലിയാണ്. രശ്മി ആദ്യം 2 പാട്ടുകൾ പാടും. അതിനുശേഷം ഡയാന അഭിലാഷ് 73-ാമത്തെ സങ്കീർത്തനം വായിക്കും, Psalm 73. ഇപ്പോൾ രശ്മി പാട്ടുപാടും. ഗുഡ് മോർണിംഗ് അച്ഛ. ഗുഡ് മോർണിംഗ്. ഒന്നാമത്തെ പാട്ട് പ്രാർത്ഥനാ ഗീതങ്ങളിൽ നിന്നും 335-ാമത്തെ പാട്ട്, 335. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എന്റെ യേശു രക്ഷകനേ. മഹാപാപി ഞാനെങ്കിലും എത്രയേറെ സ്നേഹിച്ചു നീ, എന്നെ തേടി ഭൂവിൽ വന്നു, കൃപയാലെ വീണ്ടെടുത്തു. ഇനി ഞാൻ നിൻ വക, നീ എന്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. ഇനി ഞാൻ നിൻ വക, നീ എന്റെ സ്വന്തം, നിന്റെ സ്നേഹം മാത്രം മതി. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എന്റെ യേശു രക്ഷകനേ. എന്റെ പാപം നീ മറന്നു, എന്റെ ശാപം നീ വഹിച്ചു, എന്റെ ഭാരം നീക്കിടുവാൻ ക്രൂശിൻ ഭാരം നീ ചുമന്നു. നിന്റെ അടിപ്പിണരാൽ സൗഖ്യമെനിക്കു തന്നു, ജീവകാലം വാഴ്ത്തിടും ഞാൻ.
നിന്റെ അടിപ്പിണരാൽ സൗഖ്യമെനിക്കു തന്നു. ജീവകാലം വാഴ്ത്തിടും ഞാൻ. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എന്റെ യേശു രക്ഷകനേ. നിന്റെ സ്നേഹത്തിൻ ആഴത്തെ ദിനം തോറും ധ്യാനിക്കും ഞാൻ. ചാരുവാൻ നിൻ നാമമൊന്നേ, പോകുവാൻ നിൻ പാതയൊന്നേ. ഇനി ഞാനില്ല, നീ എന്നിൽ ജീവിക്കുവാൻ. നിനക്കായി എന്നെ സമർപ്പിക്കുന്നു. ഇനി ഞാനില്ല, നീ എന്നിൽ ജീവിക്കുവാൻ. നിനക്കായി എന്നെ സമർപ്പിക്കുന്നു. എനിക്കായി മരക്കുരിശിൽ ജീവയാഗമായവനേ, നിനക്കായി ഞാൻ എന്തു നൽകും എന്റെ യേശു രക്ഷകനേ. അടുത്ത പാട്ട് കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനേ, നീ എന്നാശയെന്നോമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി. മനസ്സറകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി. മനസ്സറകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനേ, നീ എന്നാശയെന്നോമേ. കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ, കറകൾ മാറ്റണമേ. കരളലിയണമേ നാഥ, കനിവു തോന്നണമേ. കരമുയരുന്നേ നാഥ, കറകൾ മാറ്റണമേ. കരളലിയണമേ നാഥ, കനിവു തോന്നണമേ. കാൽവരിക്കുന്നിൽ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. അന്നു കാൽനടയായി നാഥൻ മലമുകളേറി. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനേ, നീ എന്നാശയെന്നോമേ. കാൽവരിക്കുന്നിൽ. താങ്ക് യു. താങ്ക് യു രശ്മി. ഇപ്പോൾ ഡയാന സങ്കീർത്തനം വായിക്കും. സാം 73. അച്ഛാ കേൾക്കാമോ? കേൾക്കാം. യെസ്.
ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 73, സാം 73. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എന്റെ കാലുകൾ ഏകദേശം ഇടറി, എന്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ആർക്കും വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ചു ദുഷ്ടതയോട് ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോട് സംസാരിക്കുന്നു. അവർ വായ് ആകാശത്തോളം ഉയർത്തുന്നു, അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തന്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു, അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എന്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടപെടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ട് ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ, ഞാൻ നിന്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാൻ ഇത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവെ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എന്റെ ഹൃദയം വ്യസനിക്കുകയും എന്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എന്റെ ഹൃദയത്തിന്റെ പാറയും എന്റെ ഓഹരിയുമാകുന്നു. ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും, നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എന്റെ സങ്കേതമാക്കിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഏകാഗ്രമാക്കാം. നമ്മുടെ ജീവിതങ്ങളെ സമ്പൂർണമായി ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം, ഭരമേൽപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നാമുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പശ്ചാത്തലങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോരോ നിമിഷങ്ങളിലും മുൻപോട്ട് ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ, ആവശ്യമായ ദൈവികമായ നന്മ ദൈവം നമുക്ക് നൽകുന്നല്ലോ. നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ കുറവുകളെയും നമ്മുടെ പോരായ്മകളെയും ഒന്നും ഓർമ്മ വയ്ക്കാതെ, ഒന്നും ഓർത്തു വയ്ക്കാതെ, ഒന്നും കണക്കിടാതെ ദൈവം നമ്മെ തന്റെ കരങ്ങളിൽ വഹിക്കുന്നതിനായി, നമ്മെ പരിപാലിക്കുന്നതിനായി, നമ്മെ സൂക്ഷിക്കുന്നതിനായി, നമ്മെ പുലർത്തുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം ദൈവസന്നിധിയിൽ ഒന്നുമില്ല, ഏതുമില്ല. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം അത്രയാകുന്നു. നാം പൊടിയാകുന്നു എന്നൊക്കെ തിരുവചനം നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നല്ലോ. നമ്മൾ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായും ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായും കൃപയ്ക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ആരും ഒരിക്കൽ പോലും നമ്മുടെ കഴിവുകളിലോ നമ്മുടെ പ്രാഗൽഭ്യത്തിലോ നമ്മുടെ ശക്തിയിലോ
നമ്മുടെ സമ്പത്തിലോ നമ്മുടെ സ്വാധീനത്തിലോ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുവാൻ, യഹോവയിൽ ആശ്രയിച്ച് നമ്മുടെ ശക്തിയെ പുതുക്കുവാൻ, നമ്മുടെ ജീവിതം ധൈര്യത്തോടെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ജീവിത പങ്കാളികൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കൊച്ചുമക്കൾ, നമ്മുടെ സഭ, നമ്മുടെ സമൂഹം, നമ്മുടെ വിവിധങ്ങളായ ചുറ്റുപാടുകൾ, നമ്മെ നാമാക്കി നിലനിർത്തുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മയുടെ അനുഭവങ്ങളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ മാതാപിതാക്കന്മാരെ ഒക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് പ്രായാധിക്യത്തിന്റെ ക്ഷീണത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മോടൊപ്പമുള്ള മാതാപിതാക്കൾ, അകലങ്ങളിലായിരിക്കുന്നവർ, പ്രിയപ്പെട്ടവരോടൊപ്പമായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ, അവരെ ദൈവം കരുതണമേ, പരിപാലിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ വിട്ട് കടന്നുപോയവരുടെ ജീവിതങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഹോദരങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ലോകത്തിന്റെ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് ആരോഗ്യവും ബലവും നന്മകളും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ ഒന്നും വിസ്മരിച്ചു പോകാതെ അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകരുണയ്ക്കായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കുടുംബസ്ഥരായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ഹൈദരാബാദിലുള്ളവര്, വിദൂരങ്ങളിലുള്ളവര്, പല സ്ഥലങ്ങളിൽ കുടുംബങ്ങളായി പാർക്കുന്നവര്, അവരുടെ ജീവിത ചുറ്റുപാടുകളുടെ സാഹചര്യങ്ങളുടെ ജോലി, കുടുംബം, കുഞ്ഞുങ്ങൾ, ആവശ്യങ്ങൾ, ഭവനം എല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം അവരായിരിക്കുന്ന ഇടത്ത് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചുമക്കളെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ദൈവ വഴി വിട്ടുമാറാതെ ദൈവികമായ വഴിയിൽ സ്നേഹത്തോടെ വിശ്വാസത്തോടെ സഞ്ചരിപ്പാൻ, ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദേവാലയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ സഭയിലെ എല്ലാ ആരാധനകളെയും കൂട്ടായ്മകളെയും ആത്മീയമായ കൂടിച്ചേരലുകളെയും ഓർക്കാം. നമ്മുടെ കൂട്ടങ്ങളും കൂട്ടായ്മകളും ആരാധനകളും ഒക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ശക്തീകരണത്തിന്, ബലപ്പെടുത്തലിന് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആരാധനകളൊക്കെ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നമ്മെ ദൈവമുള്ളവരാക്കി തീർക്കുവാൻ, പരസ്പര സ്നേഹബന്ധത്തിലും കൂട്ടായ്മയിലും സാക്ഷികളായി ജീവിപ്പാൻ കർത്താവ് നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ എല്ലാ വിശ്വാസ സംഘടനകളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ഒത്തൊരുമിച്ച് കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ വചനത്തിൽ ബലപ്പെട്ട് വളർന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ദൈവ വഴി വിട്ടുമാറാതെ അവരുടെ പഠനങ്ങളിൽ, അവരുടെ തെരഞ്ഞെടുപ്പുകളിൽ, അവരുടെ കൂട്ടുകെട്ടുകളിൽ, അവരുടെ സഞ്ചാര വഴികളിൽ ദൈവത്തോട് ചേർന്നായിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗായിക സംഘത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനയിലെ അവരുടെ ശുശ്രൂഷകൾ, വിവിധ ആഘോഷങ്ങളിൽ, സന്ദർഭങ്ങളിലുള്ള അവരുടെ ഇടപെടലുകളും ശുശ്രൂഷകളും നേതൃത്വവും സഭയ്ക്കും വിശ്വാസ സമൂഹത്തിനും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യങ് കപ്പിൾസ് ഫെലോഷിപ്പിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ ലോകത്തിന്റെ വിവിധങ്ങളായ വെല്ലുവിളികളും പ്രതിസന്ധികളും ഒക്കെ നേരിടുവാൻ അവരുടെ ഒരുമിച്ചുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലേറ്റി ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവരിലൂടെ ചെയ്യപ്പെടുന്ന എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിമൻസ് ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. സഭയ്ക്ക് വേണ്ടി, ചുറ്റുപാടുകൾക്ക് വേണ്ടി ദൈവം അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ നിർവഹിപ്പാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സഭയുടെ പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് സഭയെ മുൻപോട്ട് നയിപ്പാൻ പാസ്റ്ററേറ്റ് കമ്മിറ്റിയെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈടെക് സിറ്റി സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള ആരാധനയെയും ജനങ്ങളെയും ശുശ്രൂഷകളെയും എല്ലാം ദൈവം തുടർന്നും ശക്തീകരിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് കുടുംബങ്ങളായി നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് പലവിധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി ക്ലേശം അനുഭവിക്കുന്നവർ, കുടുംബജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് ആശങ്കപ്പെട്ടിരിക്കുന്നവർ, പ്രത്യേകിച്ച് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നവർ, വിശേഷിച്ച് നമുക്ക് ലിസി ആന്റിയെയും റോബിനെയും കുടുംബത്തെയും റിനിയെയും കുടുംബത്തെയും നമുക്ക് ഓർക്കാം. നമ്മളിൽ നിന്ന് ആകസ്മികമായി വേർപെട്ട AC എബ്രഹാം അങ്കിളിന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് തീരുമാനിക്കാനാവാത്ത ജീവിതം, തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്ന് നിശ്ചയമില്ലാത്ത ജീവിതം, പ്രത്യേകമായി കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആ പ്രതിസന്ധി സമയങ്ങളിലൊക്കെ വ്യാപരിച്ച എല്ലാ ദൈവകൃപകൾക്കായിട്ടും സ്തോത്രം ചെയ്യാം. ആ കുടുംബത്തോടൊപ്പം, സഭയോടൊപ്പം ദൈവത്തിന്റെ വലിയ നന്മ, ദൈവത്തിന്റെ വലിയ കൃപയുണ്ടായിരുന്നല്ലോ. തുടർന്നും ആ കുടുംബത്തെ, സഭയെ ദൈവം ശക്തീകരിച്ച് മുൻപോട്ട് നടത്തണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ സഭയിലെ മുതിർന്ന പ്രായമായ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ നാളുകളിലൊക്കെ ദൈവം അവരെ നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു, അവരെ ബലപ്പെടുത്തുന്നു. പ്രായത്തിന്റെ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ദൈവം അവരെ സൂക്ഷിക്കുന്നു. ആ വലിയ കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് തങ്കമ്മ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ചെറിയാനങ്ങളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓമന ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി അലക്സ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
തോമസ് ജോൺ അങ്കിളിനെ പ്രാർത്ഥനയിൽ ഓർക്കാം. മേരി ജോൺ ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. സാറാമ്മ കുര്യൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജെസി തോമസ് ആന്റിയെ ഓർക്കാം. തങ്കം എഡ്വിൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ഉമ്മൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മെർലി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് സീനിയേഴ്സ് ആയിട്ടുള്ള കുടുംബങ്ങളെ നമുക്ക് ഓർക്കാം. CI ജേക്കബ് അങ്കിളിനെയും അന്നമ്മ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലില്ലി ആന്റിയെയും കുരുവിള അങ്കിളിനെയും കുടുംബമായി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സുശീൽ ആന്റിയെയും രഞ്ജിത്ത് അങ്കിളിനെയും ഓർത്ത് കുടുംബമായി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചാച്ചിയമ്മ ആന്റിയെയും ഫിലിപ്പ് അങ്കിളിനെയും കുടുംബമായി ദൈവാകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലിസി ആന്റിയെയും ഷമേലൂട്ടി അങ്കിളിനെയും പ്രാർത്ഥനയിൽ ഓർക്കാം. അവരുടെ ശാരീരികമായ ബലഹീനതകൾ, രോഗാവസ്ഥകൾ, പ്രായത്തിൻ്റെതായ ക്ഷീണാവസ്ഥകളെ എല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവർക്ക് വേണ്ട ബലവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളികളെ ഒക്കെ നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിധവകളായവരെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം. അന്നമ്മ ജോൺ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സുഷമാണി ആന്റിയെ ഓർക്കാം. അന്നമ്മ കോശി ആന്റിയെ ഓർക്കാം. രത്ന ജോസഫ് ആന്റിയെ ഓർക്കാം. പുഷ്പ ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മരിയം ജേക്കബ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. മോളി ജോർജ് ആന്റിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി ജേക്കബ് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. മറിയാമ്മ എബ്രഹാം ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ലിസി ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം ഈ പ്രിയപ്പെട്ടവരെയൊക്കെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജേക്കബ് വർഗീസ് അങ്കിളിനെ ഓർക്കാം. CS ജോസഫ് അങ്കിളിനെ ഓർക്കാം. പ്രിയപ്പെട്ടവരെയൊക്കെ ദൈവത്തിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശാരീരികമായ ബലഹീനതകളും രോഗാവസ്ഥകളും ക്ഷീണാവസ്ഥകളും ഒക്കെ അനുഭവിക്കുന്നവരെ പ്രത്യേകം ഓർക്കാം. വിശേഷിച്ച് നാട്ടിലായിരിക്കുന്ന രാജൻ ജോൺ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിന്റെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആലീസ് തോമസ് ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സൂസൻ ഐസക് ആന്റിയെ പ്രാർത്ഥനയിൽ ഓർക്കാം. നാട്ടില് കാലിന്റെ സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഡയാനയുടെ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആൻസിയുടെയും ബിജുവിന്റെയും മാതാവ് അമ്മിണി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടില് സ്ട്രോക്ക് വന്ന് തുടർ ചികിത്സയിലൊക്കെ ആയിരിക്കുന്നു. പ്രിയ ആന്റിയുടെ പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഷിബിച്ചായനെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രിയ ഷിബിച്ചായന് വേണ്ട ബലം ഈ നാളുകളിലൊക്കെ ദൈവം നൽകണമേ. ഡയാലിസിസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ജെബിയങ്ങളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം പ്രിയാങ്കളിനെ നടത്തുന്നു, ബലപ്പെടുത്തുന്നു. ട്രീറ്റ്മെന്റിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ദൈവം ഇത്രത്തോളം കൃപയോടെ പ്രിയദാസനെ നടത്തുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
പൂർണ്ണമായ ആശ്വാസവും വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിൽപ്പെട്ട മറ്റു രോഗികളും എല്ലാം നമുക്ക് ഓർക്കാം. ക്യാൻസറിന്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർ, മറ്റ് പലവിധമായ ഗൗരവമേറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകം ഓർക്കാം. പ്രത്യേകിച്ച് കണ്ണിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ലില്ലി ആന്റിയെയും ബാബുങ്കളിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് മെഡിക്കൽ പ്രൊസീജിയറുകൾ, സർജറികൾ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്ക് പൂർണ്ണ സൗഖ്യം നൽകണമേ, പൂർണ്ണ വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആരുടെയെങ്കിലും പേര് പറയുന്നതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അവരെ നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ വേണ്ട സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, പുതിയ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചവർ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അവർക്ക് വേണ്ട ബുദ്ധിയും ജ്ഞാനവും അതിലുപരി ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ആശ്രയബോധവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ മറന്നുപോകാതെ, ദൈവത്തെ വിട്ടുകളയാതെ, അവരുടെ പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും ദൈവസ്നേഹവും ദൈവകൃപയും ദൈവത്തിലുള്ള വിശ്വാസവും മുറുകെ പിടിച്ച് അവർ വളരുവാൻ, അവരെ ആ രീതിയിൽ പഠിപ്പിക്കുവാൻ, ആ രീതിയിൽ അവരെ വളർത്തുവാൻ മാതാപിതാക്കളെയൊക്കെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം. ഷാരോൺ, ആൽബിൻ, ആ കുഞ്ഞുങ്ങളെ ദൈവം, അവരുടെ പരീക്ഷയിൽ ദൈവം കൂടെ ഇരിക്കണമേ. നന്നായി പരീക്ഷ എഴുതുവാനും നല്ല വിജയം നേടുവാനും കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് 11ാം ക്ലാസ്സിന്റെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. ഗ്രേസ്, സിൽവിയ, ജോനാത്താൻ, അമിത്. അവര് 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. അവരെ ദൈവം ബലപ്പെടുത്തണമേ, അവർക്ക് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഡിഗ്രി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. മറ്റ് വിവിധ പഠനങ്ങളിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഹൈദരാബാദിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. മറ്റ് സിറ്റികളിൽ, യൂണിവേഴ്സിറ്റികളിൽ, കോളേജസിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിദേശങ്ങളിൽ പഠിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം അവരെല്ലാം നടത്തണമേ, നയിക്കണമേ. അവരുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെയിരിക്കണമേ. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ, പഠനത്തിന്റെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിന്റെ കൃപ കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ദൈവം അവർക്ക് തക്കതായ ഉപജീവന മാർഗങ്ങൾ, ജോലികൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. തക്കതായ ജീവിത പങ്കാളികളെ കണ്ടെത്തുവാനും കുടുംബജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുങ്ങുവാനും ദൈവം സഹായിക്കണമേ. അതിലൊരുങ്ങുന്നവർക്ക് ജീവിത പങ്കാളികളെ ദൈവം ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവരെ സൗഖ്യപ്പെടുത്തി, ബലപ്പെടുത്തി, ആശ്വസിപ്പിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ തുടർന്നുള്ള ജീവിതത്തിലും ദൈവകൃപ ധാരാളം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം.
കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ആ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ ആഗ്രഹം അനുസരിച്ച് ദൈവം അവർക്ക് തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തലമുറകളൊക്കെ നൽകുന്നത് ദൈവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ, അവരെ പരിപാലിക്കുന്ന മാതാപിതാക്കളെയൊക്കെ നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ പരിപാലിക്കുവാനും വളർത്തുവാനും ഒക്കെ ഉള്ള ദൈവകൃപ ആ കുടുംബങ്ങൾക്ക് ദൈവം നൽകണമേ, ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. ലോകത്താകമാനം വലിയ സംഘർഷങ്ങളും ക്രൈസിസുകളും ഒക്കെ നടക്കുന്നുണ്ട്. IT മേഖലകളിലും മാർക്കറ്റിംഗ് മേഖലകളിലും ഒക്കെ ഒരു ഡൾനെസ് ഉണ്ട്. നമ്മുടെ പല കുഞ്ഞുങ്ങളുടെയും ജോലിക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവരെ ബലപ്പെടുത്തണമേ. ദൈവം വൈകിയാലും അവർക്ക് വഴി ഒരുക്കും. അനുഗ്രഹത്തിന്റെ വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കുമെന്നുള്ള പ്രത്യാശയിൽ ധൈര്യത്തോടെ ജീവിപ്പാൻ ദൈവം അവരെ ഒരുക്കണമേ, സഹായിക്കണമേ. പ്രത്യേകിച്ച് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര് നിരാശപ്പെട്ടു പോകാതെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് അന്വേഷിക്കുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് ധൈര്യപ്പെട്ട് ആശയോടെ കാത്തിരിപ്പാനും അവരെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് ഭവനങ്ങളെ നൽകണമേ. വാഹനങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം അവർക്ക് അവർ ആഗ്രഹിക്കുന്ന നല്ല വാഹനങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടങ്ങളിലൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട്. ദൈവം അവരുടെ ബിസിനസ്സുകളെ ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പല ജോലിയിടങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. ടീച്ചേഴ്സായി, നഴ്സസായി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി, മാർക്കറ്റിംഗ്, IT മേഖലകളില്, ഡെയിലി വേജസില് അങ്ങനെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെ എല്ലാം ബലപ്പെടുത്തണമേ. അവരുടെ ജോലി മേഖലകളിൽ ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ദൈവം നൽകുന്ന അനുഗ്രഹം സഭയ്ക്കും ചുറ്റുപാടുകൾക്കും നമുക്കുമൊക്കെ അനുഗ്രഹമായിരിക്കാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കടഭാരങ്ങളാല് പ്രയാസപ്പെടുന്നവരെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കും. ദൈവം കടങ്ങളെ വീട്ടുവാൻ, കടങ്ങളെ പരിഹരിക്കുവാൻ അവരെ ദൈവം സഹായിക്കണമേ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ മധ്യത്തിൽ, നമ്മുടെയൊക്കെ അറിവിൽ ഏതെങ്കിലുമൊക്കെ ജീവിത പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ ഭാരപ്പെടുന്നവർ, പ്രതികൂലങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയുടെ ആത്മീയമായ ഐക്യതയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ശക്തിപ്പെടുവാൻ, ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ താല്പര്യങ്ങളല്ല, മറിച്ച് നമ്മളെല്ലാവരും വിശ്വാസത്തിൽ ഒന്നായിരുന്നുകൊണ്ട് ഏക മനസ്സുള്ളവരായി, ആത്മീയമായ ഐക്യതയുള്ളവരായി ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മളോടും, നമ്മുടെ കുടുംബത്തോടും, നമ്മുടെ സഭയോടും മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടുകളോടും നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ക്രൈസിസുകൾ, കെടുതികളൊക്കെ നമ്മുടെ പലയിടങ്ങളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പാചകവാതകം ലഭിക്കുന്നില്ല, അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ല, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രത്യേകിച്ച് കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുള്ളവർ, സ്വന്തമായി ഭൂമിയില്ലാത്തവർ, വീടുകളില്ലാത്തവർ, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവർ, ഭൂവിഭവങ്ങളുടെ മേലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, അടിസ്ഥാന വർഗങ്ങൾ, പ്രത്യേകിച്ച് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർ, പീഡിപ്പിക്കപ്പെടുന്നവർ, അങ്ങനെയുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജുഡീഷ്യറിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നീതി ഉറപ്പാക്കുവാൻ, സമൂഹത്തെ നീതിയുക്തമായി മുൻപോട്ട് നടത്തുവാൻ, നീതി നിഷേധിക്കപ്പെടുന്ന ഇടങ്ങളിൽ ഇടപെടുവാൻ സംവിധാനങ്ങളൊക്കെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രകൃതിക്ഷോഭത്താൽ, മറ്റ് പ്രതികൂല കാലാവസ്ഥകളാലൊക്കെ ദുരിതമനുഭവിക്കുന്ന, കാലാവസ്ഥാ വ്യതിയാനങ്ങളാലൊക്കെ ദുരിതമനുഭവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ നാളുകളിൽ ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധത്തിന്റെ കെടുതികൾ ലോകത്തെ ആകമാനം വല്ലാതെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ദൈവം ലോക നേതാക്കളോട് ഇടപെടണമേ, യുദ്ധം വേഗം നിർത്തൽ ചെയ്യപ്പെടുവാൻ, സമാധാന അന്തരീക്ഷം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളിലും സംജാതമാകുവാൻ, നിലവിൽ നടക്കുന്ന യുദ്ധങ്ങൾ, അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ വളരെ വേഗം നീതിയുക്തമായി പരിഹരിക്കപ്പെടുവാൻ, നിൽക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം ഭൂമിയുടെ ഉപ്പായി, ലോകത്തിന്റെ വെളിച്ചമായി വിളിച്ചിരിക്കുന്നു നമ്മെ. സമാധാനമില്ലാത്തത് സമാധാനമായിരിക്കാൻ, ദരിദ്രർക്ക് ആശ്രയമായിരിക്കാൻ, മുറിവേൽപ്പിക്കപ്പെട്ടവർക്ക് സൗഖ്യമായിരിക്കാൻ കർത്താവ് സഭയെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകൾ സഭയുടെ ജീവിതത്തിൽ, ദർശനത്തിൽ, സമീപനങ്ങളിൽ, സാക്ഷ്യത്തിൽ വന്നുപോയ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അതിനെ ഓർത്ത് അനുദപിച്ച് ക്രിസ്തുവിങ്കിലേക്ക് മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കപ്പെടുവാനുള്ള ഒരു അവസരമാക്കി തീർക്കുവാൻ സഭകളെ ദൈവം ഈ നോമ്പുകാലത്ത് ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ബിഷപ്പന്മാരെയും ഓർക്കാം. ശുശ്രൂഷകരായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. അച്ഛന്മാരെ, സിസ്റ്റേഴ്സിനെ, സന്നദ്ധ സുവിശേഷ പ്രവർത്തകരെ, വിവിധ മിഷണറി ഓർഗനൈസേഷൻസിനെ, സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു വലിയ മാതൃകയായി, ആത്മീയ ആശ്രയമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മേഡക് ഡയസിസിനു വേണ്ടി പ്രാർത്ഥിക്കാം. അതിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അന്ധകാരത്തിലിരിക്കുന്ന, അവഗണിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ ആത്മീയമായി ഉയർത്തുവാൻ, വളർത്തുവാൻ ഈ ശുശ്രൂഷകളിലൂടെ ദൈവം പ്രവർത്തിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർക്കാം. പ്രതികൂലങ്ങളുടെയും പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്ന, ലോകത്തിന് കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രതികൂലങ്ങളിൽ അവരെ തളർന്നു പോകാതെ ക്രിസ്തുവിന് വേണ്ടി അന്ത്യവരെ നിലകൊള്ളുവാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
ലോകമെമ്പാടും നടക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ, അവർക്ക് വേണ്ട കൈത്താങ്ങലുകൾ നൽകുവാൻ സഭകളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ നമ്മളെല്ലാവരെയും ഓർക്കാം ദൈവസന്നിധിയിൽ. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർ, നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്നവർ, നമ്മുടെ സഹായങ്ങൾ, നമ്മുടെ കരുതലുകൾ, നമ്മുടെ ശുശ്രൂഷകൾ അർഹിക്കുന്നവർ, നമ്മുടെ സ്നേഹവും അനുകമ്പയും അർഹിക്കുന്നവർ എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതേ നമുക്ക് പ്രത്യേകം ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ്. അവൻ ഒരു നാളും കൈവിടാത്ത ദൈവമാണ്. അവൻ നമ്മളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വിശ്വാസത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ ഏൽപ്പിക്കാം. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ നമുക്ക് സൗഖ്യം നൽകും. അവൻ നമുക്ക് സമാധാനം നൽകും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശങ്ങളിൽ അവൻ നീരുറവകൾ തുറക്കും. ഒരിരുട്ടിൽ അവൻ നമുക്ക് വെളിച്ചമായി ഉദിക്കും. അതുകൊണ്ട് ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് വിനയപ്പെടാം, നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ പുലർത്തും, നമ്മെ പരിപാലിക്കും, നമ്മെ വിടുവിക്കും. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ വേദനകളും, നമ്മുടെ ചിന്താകുലങ്ങളും, നമ്മുടെ ഭാരങ്ങളും, നമ്മുടെ ആകുലതകളും ദൈവകരങ്ങളിൽ, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ റബേക്ക നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. Good morning, Acha. Good morning. Heavenly Father, with heavy hearts we gather before you, remembering our beloved A.C. Abraham uncle, whom you have recently called from this life. We thank you for the gift of his life and the memories he shared with our church. We pray for Lissy Auntie, for Rinny and Robin, and for the entire family. In this time of sorrow, Father, surround them with your comfort, strengthen them with your peace, and remind them of the hope we have in you. Almighty God, I stand before you in prayer today. Fill me with your Holy Spirit, Lord. Let every word I speak be pleasing to you, and may this prayer bring glory to your name. Through this online meeting, Father, we come before your holy presence with humble and grateful hearts, Lord. We lift up before you every person who has joined this prayer gathering today. Bless each home, each heart, and every family represented here. Pour out your peace, Lord, your healing and your grace upon them. We also remember those who desire to join but could not be with us today. Wherever they are, Lord, surround them with your presence and your comfort. Heavenly Father, we thank you for bringing us to the end of another week. Thank you for your protection, your guidance, and the strength you have given us through every challenge. As we step into this Friday, fill our hearts with gratitude and our spirits with renewed joy. Where we feel tired, refresh us, Lord. Where we feel uncertain, reassure us with your peace. Go before us, Lord, and let favor surround us. Grace lift us, and wisdom guide every decision we make today. Turn every obstacle, Lord, into an opportunity, and every delay into a divine timing. Protect our families. Bless the work of our hands, Lord. Keep us safe in all our ways. May this Friday bring good news, breakthroughs, and answered prayers. Gracious God, as we journey through this sacred season of Lent, we remember the sacrifice of your Son, Jesus Christ. Draw us closer to you during this time. Teach us to repent sincerely, Father, to forgive one another, and to renew our faith. Lord, we lift up a dear Achan into your loving hands. Strengthen him as he shepherds your people and leads us in faith.
Grant him your wisdom, your patience, and courage in his ministry. We also thank you for our dear Kochima, who faithfully leads the women's fellowship in our parish. We are grateful for her leadership, her commitment. Even in the midst of her own health challenges, she remains faithful in supporting and guiding us. Bless her for her dedication and give her continued strength and joy in serving you, Lord. Protect and bless the children. May they excel academically and grow spiritually, Father. Watch over them and lead them, Lord. Lord, we place all those whom Achan has called by name today into your loving care. You know their needs, Lord, their struggles and their hopes. Bless them, guide them, and fill their lives with your grace and peace. Lord, as David says in Psalms 121, I lift up my eyes to the hills. Where does my help come from? My help comes from the Lord, the maker of heaven and earth. May we always look to you as our source of strength and help. Gracious Lord, we pray for the elderly members of our church. We thank you for their faithfulness and the example they have been to us. Bless them with good health, comfort, and the assurance of your constant presence, Lord. Father, bless our parents with long life and good health. Meet every need they have physically, emotionally, and spiritually. Give them peace and surround them with your love, Lord. Heavenly Father, we pray for the sick. You are the greatest healer, Lord. Touch them with your healing hand and restore their strength. We also remember those who are undergoing treatments and medical care. Give them the courage, the patience, and the hope. Guide the doctors and the caregivers who are attending to them. Lord, we pray for the lonely and broken-hearted. You know their pain and their struggles, Father. Comfort them with your love and remind them that they are never alone in your presence. We pray for those who mourn the loss of loved ones, Lord. Comfort them in their grief. Fill their hearts with the hope of your promises, Lord. For those searching for employment or facing financial difficulties, open doors of opportunity for them, Lord. Provide their needs. For families who are going through struggles and challenges, good Lord, bring healing, understanding, and reconciliation into their homes. Father, we lift up all the children who are preparing for and writing their examinations. Grant them wisdom, clarity of mind, and peace as they study and write their exams. Help them to trust in you and your plans for their future. Lord, we pray for the young couples in our parish. Strengthen their marriages with love, patience, understanding, and faith. May their homes be filled with your peace and your guidance. Pray for the laity who faithfully participate in worship and service in our church, Lord. Continue to guide them as they serve you and support the mission of our church. Lord, we bring you the members of our church committee. Grant them wisdom and unity as they make decisions for the growth and well being of our parish. Father, we pray for our Sunday school ministry. Bless the teachers and the children who gather to learn your word. May the seeds of faith planted in their hearts grow strong and fruitful, Father. We also lift up the youth ministry of our church, Lord. Guide our young people as they grow in faith and character, Lord. Protect them from all harm, Lord, and lead them to walk in your truth. Lord, we remember all the missionaries and those who spread your word in different parts of the world. Strengthen them in your calling and bless the work of their hands. Finally, Lord, we pray for our world. In the midst of conflict and suffering and uncertainty, we ask for your peace and mercy. Bring healing to the nations, Lord, comfort to those who suffer, and wisdom to leaders across the world. May your love and justice prevail in every corner of the earth. We place all these prayers into your loving hands, trusting in your grace and mercy. In the precious name of Jesus, our Savior, we ask you. Amen. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം
കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. സ്വന്ത സഹോദരർ തള്ളിക്കളയുമ്പോൾ യോസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. അന്ധകാരം ഭൂവിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കേണം പ്രിയനേ. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാൾ നോക്കി ഞാൻ പാർക്കേണം പ്രിയനേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്ദദായകം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക്, ഓൺലൈൻ ഫ്രൈഡേ പ്രാർത്ഥനയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം ശോധന ചെയ്യപ്പെടുന്ന, വിശ്വാസം അളക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ. ലൈഫ് ഈസ് നോട്ട് ഈസി all the time. Not, we can say life is not at all easy at any time. ജീവിതം എല്ലായ്പ്പോഴും സുഖപ്രദമല്ല, സൗകര്യപ്രദമല്ല. ഒരുപക്ഷെ ജീവിതം മിക്കപ്പോഴും അല്ലെങ്കിൽ ഒരു സമയത്തും സുഖകരമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത് മിക്കപ്പോഴും. And when we face problems and issues and challenges in our lives, it is a time where our faith is also tested, assessed, and evaluated. തോന്നുന്നു പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലുമാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത്, വിലയിരുത്തപ്പെടുന്നത്. When we have faith, we have a lot of questions. വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. Faith is not absence of questions. വിശ്വാസം എന്നത് ചോദ്യങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥയ്ക്കല്ല വിശ്വാസം എന്ന് പറയുന്നത്. So we will have questions, and we will have faith with questions, and we ask questions in our faith, because quite often we ask questions, we doubt, we struggle because we have faith. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശ്വാസ ചോദ്യം എന്ന് പറയുന്നത് ദൈവം എവിടെയാണ് എന്നുള്ള ചോദ്യമാണ്. Where is God when we have problems? നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോ ദൈവമേ നീ എവിടെയാണ്? Where are you, God? Where is God? ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തോട് കൂടെ ആയിരിക്കാനായിട്ടാണ്. We are called to be with God. We need to be with God. നമ്മൾ മനഃപൂർവ്വമായി ദൈവത്തോട് കൂടെ ആയിരിക്കുക. See, ഒരു ക്രിസ്ത്യാനിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതാണ്. ബേസിക്കലി ക്രിസ്ത്യൻസ് ആർ എ കമ്മ്യൂണിറ്റി who are called to be with God, with Jesus. യേശുവിനോട് കൂടെ ആയിരിക്കാനാണല്ലോ ശിഷ്യന്മാരെയും യേശു കർത്താവ് വിളിച്ചത്. അതിനാണല്ലോ നമ്മൾ സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കാൻ, എന്നോട് കൂടെ ആയിരിക്കാൻ. മർക്കോസിലൊക്കെ പറയുന്നുണ്ട്, തന്നോട് കൂടെ തന്റെ ഒപ്പമായിരിക്കാൻ യേശു ശിഷ്യരെ തെരഞ്ഞെടുത്തു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയക്കാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. മാർക്ക് 3:14. So as Christians we are called to be with God. അല്ലേ? So it is a choice. The choice is on us whether to be with God or not to be. Whether to be or not to be with God. ദൈവത്തോട് കൂടെ ആയിരിക്കാനും അല്ലാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തന്നു, യേശു നമുക്ക് തന്നു. നമ്മൾ വേദപുസ്തകം വായിച്ചു നോക്കുമ്പോ, സുവിശേഷങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോ, we see that intention has terribly failed.
കർത്താവിനോടുകൂടെ ആയിരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരൊക്കെ കർത്താവിനോടുകൂടെ ആയിരിക്കേണ്ട സമയങ്ങളിൽ കർത്താവിനൊപ്പമാകാൻ അവർക്ക് കഴിഞ്ഞില്ല. They failed to be with God. നമുക്കും അത് സംഭവിക്കും കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കാൻ നമ്മൾ മറന്നുപോകും. ഇതിന് പല ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് പറയാൻ പറ്റും. സന്തോഷം വരുമ്പോൾ ക്വയറ്റ് ഓഫൻ സന്തോഷം വരുമ്പോ we fail to be with God. ഉയർച്ചകൾ ഉണ്ടാകുമ്പോ നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങള് ഉണ്ടാകുമ്പോ നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ പറ്റത്തില്ല. അവര് വളരുമ്പോ നമുക്ക് പലപ്പോഴും ദൈവത്തോടൊപ്പം ആകാൻ പറ്റത്തില്ല. അങ്ങനെ പല 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 കാരണങ്ങൾ. That will betray our choice to be with God. So we see a systemic failure in our choice to be with God. ദൈവത്തോടൊപ്പം ആയിരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു വിളിയിലുള്ള ഒരു പരാജയം, തുടർച്ചയായ പരാജയം, നിരന്തരമായ പരാജയം നമ്മുടെ ജീവിതമാകമാനം നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാനുള്ള നമ്മുടെ പരിമിതികൾ. So what is right? Can we be with God always? നമുക്ക് മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്ക് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ പറ്റുമോ? Since it is our choice, it depends on us. അല്ലെ? അതെന്റെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതിന് ഞാൻ തീരുമാനിക്കണം. എന്റെ തീരുമാനം, എന്റെ ഉറപ്പ് അതിൽ വളരെ പ്രധാനമാണ്. ടു ബി വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെ ആയിരിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. And we need faith for that. നമുക്ക് വിശ്വാസം ആവശ്യമാണ്. We cannot be with God because our faith are becoming so wavering and flippery and slippery. നമുക്ക് ദൈവത്തോടു കൂടെ ആകാതിരിക്കാൻ കഴിയുന്നെങ്കിൽ, ആകാതെ പോകുന്നെങ്കിൽ അതിന്റെ കുഴപ്പം നമ്മുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. And quite often instances, experiences will take us away from being with God. ദൈവത്തോടു കൂടെ ആയിരിക്കാൻ പലപ്പോഴും കഴിയാതെ വണ്ണം നമ്മളെ, നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകും. വെളിപ്പാട് പുസ്തകത്തിൽ we see a different concept, a different vision, a different imagination of being with God. It's not that we are with God. നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിനെ കുറിച്ചല്ല വെളിപ്പാട് പുസ്തകം പറയുന്നത്. God being with us, നമ്മോട് കൂടെ വസിക്കുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം നമ്മോട് പറയും. അതായത് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കണമെന്നുള്ള ആഹ്വാനത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയപ്പോൾ, നമ്മൾ തകർന്നു പോയപ്പോൾ, അങ്ങനെ ആയി തീരാൻ നമുക്ക് കഴിയാതെ പോയപ്പോൾ, വെളിപാട് പുസ്തകത്തില് നമ്മൾ കാണുന്ന ഒരു ദർശനം, ഒരു ചിത്രം, അതെന്താണ്? God being with us. So the choice is not on us now. It is God's choice to be with us. നമ്മൾ ദൈവത്തോടു കൂടെ ആയിരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് അല്ല, മറിച്ച് വെളിപാട് പുസ്തകം പറയുന്നത് ദൈവം നമ്മോട് കൂടെ
വെളിപാട് പുസ്തകം 21 അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. നമ്മൾ മനസ്സുകൊണ്ടോ വിശ്വാസം കൊണ്ടോ ഒരുക്കം കൊണ്ടോ ദൈവത്തോട് കൂടെയാണോ എന്നുള്ള ചോദ്യമല്ല. അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളോ അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളോ അവിടെ ഇല്ല. വെളിപാട് പുസ്തകത്തില് വെളിപ്പാട് നമ്മളോട് പറയുന്നത്, നമ്മളുടെ അയോഗ്യതകളോ നമ്മുടെ യോഗ്യതകളോ നമ്മുടെ ഒരുക്കങ്ങളോ നമ്മുടെ സന്നദ്ധതയോ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴമോ ഒന്നും പരിഗണിക്കാതെ തന്നെ we see God being with us despite of our willingness or unwillingness. നമ്മുടെ ഒരുക്കമോ ഒരുക്കമില്ലായ്മയോ ഒന്നും പരിഗണിക്കാതെ തന്നെ നമ്മളോടൊപ്പമായി തീരുന്ന, നമ്മളോടൊപ്പമുള്ള ഒരു ദൈവത്തെ കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം നമ്മളോട് പറയുന്നത്. God with us. A God who wants to be with us, who wants to dwell with us, who wants to pitch his tent with us, irrespective of our faith, disregarding our preparations in faith. നമ്മുടെ വിശ്വാസത്തിന്റെ ഒരുക്കങ്ങളോ വിശ്വാസത്തിന്റെ ആഴങ്ങളോ ഒന്നും പരിഗണിക്കാതെ തന്നെ നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഒരു ദൈവം. എനിക്ക് തോന്നുന്നു ഈ ഒരു ദൈവത്തെയാണ് നമ്മൾ ഈ നാളുകളിൽ മുറുകെ പിടിക്കേണ്ടത്. നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാം. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് നമുക്ക് സംശയങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മളുടെ കണ്ണുനീര്, നമ്മളുടെ ദുഃഖം, നമ്മുടെ മുറവിളികൾ നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാം. അതായിരിക്കും താഴോട്ട് പറയുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. വെളിപാട് പുസ്തകം 21 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തോടൊപ്പം ആയിരിക്കാൻ, ദൈവത്തോട് ചേർന്നിരിക്കാൻ, വിശ്വാസത്തോടുകൂടെ ദൈവത്തിൽ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഇതൊക്കെയാകാൻ കാരണം. നമ്മളുടെ കണ്ണുനീരുകൾ, നമ്മുടെ ദുഃഖം, നമ്മുടെ സങ്കടം, നമ്മുടെ കഷ്ടത, നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന, തീരാ ദുഃഖത്തിൽ ആഴ്ത്തുന്ന നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ മരണങ്ങൾ, ആ മരണം നമ്മുടെ ജീവിതത്തിൽ ഉയർത്തുന്ന മുറവിളികൾ, ചോദ്യങ്ങൾ, അതൊക്കെയാകാം ഒരുപക്ഷെ ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണങ്ങൾ. ഡെഫിനറ്റ്ലി ഞാനും ഈ ദിവസങ്ങളിലൊക്കെ വല്ലാതെ അസ്വസ്ഥമാവുകയായിരുന്നു. And when we have faith, we are more disturbed. നമുക്ക് വിശ്വാസമുള്ളപ്പോൾ നമ്മൾ കൂടുതൽ അസ്വസ്ഥമാവുകയാണ്. പലതും നമ്മുടെ ജീവിതത്തെ വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. How are we going to be more faithful? How are we going to be more strong in our faith?
നമ്മുടെ വിശ്വാസത്തെ ഉലച്ചു കളയുന്ന, വിശ്വാസത്തെ തകർത്ത് കളയുന്ന, വിശ്വാസത്തിന്റെ മേൽ 1000 ചോദ്യങ്ങൾ ഉയർത്തുന്ന സംഭവങ്ങൾ ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ മരണം, നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ മരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ മരണങ്ങൾ നമ്മൾ കേൾക്കും. നമ്മള് എസി എബ്രഹാം അങ്കിളിനെ കുറിച്ച് നമ്മൾ ഓർക്കുകയായിരുന്നു. ഇന്നലെ രാത്രി ഞങ്ങളുടെ കുടുംബത്തിന് വളരെ അടുത്ത ഒരു മരണം, നിങ്ങൾ ചിലരെങ്കിലും അറിഞ്ഞിരിക്കും. ഒരു കോട്ടയത്തുള്ള ഒരു ഡോക്ടറുടെ വൈഫ് കായംകുളത്ത് മിഷൻ ഹോസ്പിറ്റലിൽ വന്നു. അവിടെ മിഷൻ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു. ഒരു ഡോക്ടർ എന്നുള്ള നിലയിലല്ല, ഒരുപാട് പാവപ്പെട്ടവരെ സഹായിച്ച ഒരു മനുഷ്യൻ, ഒരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ നിശബ്ദയായ ശാന്തയായ ഭാര്യ മീറ ആന്റി. എനിക്ക് വലിയ വ്യക്തിപരമായ അടുപ്പമില്ല, പക്ഷെ എൻ്റെ നിശയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. ഇന്നലെ 2 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. ഷീ ഈസ് ജസ്റ്റ് 64. മരണം ഒരുപക്ഷെ പലപ്പോഴും ദീസ് തിങ്സ് വിൽ unsettle us in our faith. കണ്ണുനീരിന്റെ അനുഭവങ്ങൾ, ദുഃഖം, ആകസ്മികമായി ഉണ്ടാകുന്ന വേദനകളിൽ അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ, മരണങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ നിലവിളികൾ, this will impact our faith. നമുക്ക് ദൈവത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. ഒരുപക്ഷെ നമുക്ക് പലപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയാതെ വരും. Because we see it all depends on me. Because we see faith as our choice. നമ്മുടെ വിശ്വാസം നമ്മുടെ തെരഞ്ഞെടുപ്പാണെന്ന് നമ്മൾ കാണും. ആ സമയത്ത് പല സന്ദർഭങ്ങളിലും നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാൻ, കർത്താവിനോടൊപ്പമായിരിക്കാൻ കഴിയാതെ പോകും. It is natural. And I don't think it is as a sin. അതൊരു പാപമാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. I don't think God will mind that. പക്ഷെ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ ഭാഗം വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? Faith is not our choice. Faith is divine anointing. ഇതൊരു ദൈവികമായ അഭിഷേകമാണ്. Faith is a divine entitlement. ദൈവം അത് നമ്മുടെ മേൽ നൽകുന്ന ഒരു അഭിഷേകമാണ്. It's not that our faith that brings God. God is coming to us. Faith is nothing but God being with us. എന്താണ് വിശ്വാസം എന്നത്? ഞാൻ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിനല്ല, മറിച്ച് വിശ്വാസം എന്നത് ദൈവം നമ്മളോട് കൂടെ ആയിരിക്കുന്നു. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, നമ്മുടെ ദുഃഖവും മുറവിളിയും ഇല്ലാതെയാക്കുവാൻ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാത്തിലും ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ഒരു ദൈവത്തിന്റെ കൃപ, ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് കാണുവാൻ നമ്മളെ സന്നദ്ധമാക്കുന്ന വിശ്വാസം. എന്റെ കഴിവോ എന്റെ കഴിവുകേടോ, എന്റെ വിശ്വാസമോ വിശ്വാസമില്ലായ്മയോ, എന്റെ സംശയമോ സംശയമില്ലായ്മയോ അല്ല
അതൊന്നും ഓർക്കാതെ, എന്റെ ബലഹീനതകൾ ഓർക്കാതെ, എന്റെ വീഴ്ചകൾ ഓർക്കാതെ, എന്റെ തകർച്ചകൾ ഓർക്കാതെ എന്നോടൊപ്പം കൂടാരമടിക്കുന്ന ഒരു ദൈവം, ഞാൻ ഉണ്ടാക്കുന്ന വിശ്വാസത്തിന്റെ കൂടാരത്തിൽ ഇരിക്കുന്ന ആരാധനാമൂർത്തി അല്ല ഈ ദൈവം. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന വിശ്വാസ കൂടാരത്തിന്റെ, വിശ്വാസ മന്ദിരത്തിന്റെ, വിശ്വാസ ദേവാലയത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആരാധനാമൂർത്തി അല്ല ദൈവം. മറിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന കൃപയുടെ കൂടാരത്തിലെ ആരാധകനാണ് ഞാൻ. God is not an idol that sits in the tent of my faith. Rather, I am a worshipper in the tent of God's grace. ദൈവത്തിന്റെ കൃപയുടെ കൂടാരത്തിനകത്ത്, ദൈവത്തിന്റെ കൃപയാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്താൽ, ദൈവത്തിന്റെ സ്നേഹത്താൽ പൊതിയപ്പെട്ടു നിൽക്കുന്ന, വളയപ്പെട്ടു നിൽക്കുന്ന, അതിന്റെ ഉള്ളിൽ ചേർത്ത് നിർത്തപ്പെടുന്ന ഒരുപാട് ബലഹീനതകളും ഒരുപാട് ചോദ്യങ്ങളും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള സംഘർഷങ്ങളും സമരങ്ങളും സംശയങ്ങളും ഉള്ള ഒരു മനുഷ്യനാണ്, ആരാധകനായ വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. വെളിപാട് പുസ്തകം നമ്മുടെ കണ്ണുകൾ തുറക്കണം. When problems comes, when death devastates, when loss unsettles, when unexpected things, uncalculated events disrupts us, ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ ദൈവത്തിന്റെ കരുണയുടെ, കൃപയുടെ, സ്നേഹത്തിന്റെ കൂടാരത്തിന്റെ അകത്താണ്. We are within the tent of God's grace. ദൈവത്തിന്റെ കൂടാരത്തിന്റെ അകത്താണ് നമ്മൾ ഓരോരുത്തരും. He will not leave us. He will not forsake us. He will not abandon us. അവൻ നമ്മളെ ഉപേക്ഷിക്കില്ല, അവൻ നമ്മളെ കൈവിടില്ല, അവൻ നമ്മളെ മറക്കത്തില്ല. അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു. അവൻ നമ്മുടെ ദുഃഖവും സങ്കടവും മുറവിളിയും നീക്കിക്കളയും. കാരണം ഈ ദൈവം നമ്മോട് കൂടെയാണ്. ഈ ദൈവം തന്റെ കരങ്ങളിലാണ്. ഈ ദൈവത്തിന്റെ കരുണയുടെ കൂടാരത്തിനകത്താണ് നമ്മൾ. ആ ഒരു വലിയ തിരിച്ചറിവ് ഈ നാളുകളിൽ സഭയായി ദൈവം നമുക്ക് നൽകട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന നല്ല ദൈവം പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയപിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, ദൈവമേ, ഓരോ നിമിഷവും ഓരോ ശ്വാസവും എന്റെ ദാനമാണ് കർത്താവേ. പലപ്പോഴും ആ തിരിച്ചറിവ് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കർത്താവേ, ദൈവമേ, ജീവിക്കുന്നിടത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ, കർത്താവിനോടൊപ്പം ആയിരിക്കാൻ, കർത്താവെ നിന്റെ സ്നേഹത്തിൽ, നിന്റെ തണലിൽ കർത്താവെ ഞങ്ങൾ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയുള്ളവരായിട്ടൊക്കെ നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ കർത്താവെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കർത്താവെ ചലിക്കുന്നവരാണ്. പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ ഞങ്ങളെ കുലുക്കുന്ന, ഞങ്ങളെ തകർക്കുന്ന, കർത്താവെ ഞങ്ങളുടെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊക്കെ കർത്താവെ പലതരത്തിലുള്ള വാർത്തകൾ ഞങ്ങൾക്ക് ചുറ്റും നടക്കുമ്പോൾ, അതിലൊക്കെ കർത്താവെ ഞങ്ങൾ അസ്വസ്ഥരാകുമ്പോൾ, ഞങ്ങൾ വേദനപ്പെടുമ്പോൾ, ഞങ്ങൾ സങ്കടപ്പെടുമ്പോൾ, എന്റെ ദൈവം ഞങ്ങളെ കാണുകയും ഞങ്ങളെ അറിയുകയും ചെയ്യുന്നതോർത്ത് സ്തോത്രം. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാക്കു പറഞ്ഞാൽ വാക്കുമാറാത്ത ദൈവമാണ്. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും
തള്ളിക്കളയാത്ത സ്നേഹത്തിനുടയവനാണ് എന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകി തരണമേ. ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവേ. ദൈവമേ, ഈ സമയത്ത് കർത്താവേ, പ്രിയപ്പെട്ട ലിസി ആന്റിയും കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സമയം കർത്താവെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനത്തിലായിരുന്ന അങ്കിൾ ഇന്ന് എന്റെ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ കർത്താവിന്റെ മടിയിലായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കൊന്നും പുകഴുവാനും പ്രശംസിപ്പാനുമില്ല കർത്താവെ. ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും നീ ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മകന്റെ നല്ല ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. നിന്റെ മകന്റെ നല്ല പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ശാന്തമായ ജീവിതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവെ. പ്രിയപ്പെട്ട ആന്റിക്ക് വേണ്ട സമാധാനം കർത്താവെ, ശാന്തത നീ അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മകൾ ഈ ലോകത്തിലായിരിക്കുന്ന കാലത്തോളം എന്റെ ദൈവത്തിന്റെ കൃപയും സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ നീ അവിടുന്ന് സഹായിക്കണമേ. മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു നല്ല പിതാവായി നീ അവർക്ക് കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, പ്രത്യേകിച്ച് കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ കർത്താവെ ഏറ്റവും അടുത്ത മേറി ആന്റിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആന്റിയുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ആന്റിയുടെ കുടുംബത്തെയും ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ട സമാധാനം, അങ്കിളിന് വേണ്ട സമാധാനം നീ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർക്കൊക്കെ കർത്താവെ, ഞങ്ങൾ അറിയാതെ തന്നെ നിന്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെടുമ്പോൾ കർത്താവെ, അതിനോടൊക്കെ കർത്താവെ താതാത്മ്യം പ്രാപിപ്പാൻ പൊരുത്തപ്പെടുവാനൊക്കെയുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനും കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ജീവിതങ്ങൾക്കുമൊക്കെ വേണ്ട ശാന്തതയും സമാധാനവും ഒക്കെ നീ ഇവിടുന്ന് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളൊക്കെ കർത്താവെ നിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ കർത്താവെ ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ ഓരോ കുടുംബങ്ങളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇനിയും എന്ന് കാണും എന്ന് ഞങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ഉറപ്പില്ല കർത്താവെ. ഇനിയും കാണുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. എങ്കിലും കർത്താവെ, ഒരു വലിയ വിശ്വാസത്തിൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാം ഏൽപ്പിക്കുക കർത്താവെ. ദൈവമേ, തമ്മിൽ കാണുന്നത് വരെയും എൻ്റെ അപ്പൻ ഞങ്ങളെ എല്ലാവരെയും തിരിച്ചറിവിന്റെ മറവിൽ അവിടുന്ന് സൂക്ഷിക്കണമേ, പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നിന്റെ മക്കളെ അവിടുന്ന് കാത്തു പരിപാലിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ഇടത്തൊക്കെ കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളായിരിക്കുന്നിടത്തൊക്കെ, ഞങ്ങളുടെ മാതാപിതാക്കളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവിന്റെ സ്നേഹവും കരുണയും സമാധാനവും അവിടുന്ന് നൽകി അവരെയൊക്കെ അവിടുന്ന് കാത്തു പരിപാലിച്ച് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിവില്ല കർത്താവെ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ താലന്തുകൾ, ഞങ്ങളുടെ കർത്താവെ നിന്റെ ദാനങ്ങൾ നിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഓരോ നാളും പ്രയോജനപ്പെടുത്തുവാൻ, ഓരോ നിമിഷവും പ്രയോജനപ്പെടുത്തുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാനൊക്കെ നീ ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ. മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന നല്ല വാക്കുകൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടൊക്കെ കർത്താവെ, ദൈവമേ, അവർക്ക് നല്ല സാന്നിധ്യം അരുളുന്നവരായിട്ടൊക്കെ ഞങ്ങൾ തീരുവാൻ നീ ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ യാചനകളൊക്കെ അവിടുന്ന് തിരുസന്നിധിയിൽ മാനിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടിയിരിക്കണമേ. ഞരങ്ങുന്ന ഹൃദയങ്ങളോട് കർത്താവ് അവിടുന്ന് ഇടപെടണമേ. സങ്കടത്തിലായിരിക്കുന്നവരുടെ സങ്കടങ്ങളെ അവിടുന്ന് നീക്കണമേ. സമാധാനമില്ലാത്തവർക്ക് അവിടുന്ന് സമാധാനം നൽകണമേ. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ കൃപ നിന്റെ മക്കൾക്കൊക്കെ കൊടുക്കണമേ. നല്ല വിജയമൊക്കെ കർത്താവെ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് കൊടുക്കണമേ. എന്നാൽ ദൈവത്തെ മറന്നു പോകാതെ ദൈവത്തോട് കൂടെ ചേർന്ന് കർത്താവെ ഇവരുടെ പഠനം മുൻപോട്ട് കൊണ്ടുപോകുവാൻ കൊണ്ട് നീ ഇവിടുന്ന് സഹായിക്കണമേ. പഠനം മാത്രമല്ല കർത്താവെ, എന്റെ ദൈവവും കൂടെയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി അവർ മുൻപോട്ട് പോകുവാൻ സഹായി. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കുവാൻ, അത് മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണം. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും എന്റെ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം ദൈവത്തിന് വേണ്ടി തന്നെ മാറ്റിവെക്കുവാൻ എന്റെ പ്രിയ പിതാവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ഒരിടമില്ല കർത്താവെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമത്രേ, യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. യഹോവയിൽ ആശ്രയം വെപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അത് കണ്ടു പഠിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ യഹോവയിൽ ആശ്രയിപ്പാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അത്തരത്തിലുള്ള വിവേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എപ്പോഴും പഠനത്തിന്റെ പിറകെ ഓടുമ്പോൾ കർത്താവെ, എന്തൊക്കെയോ എത്തിപ്പിടിക്കുവാനുള്ള ശ്രമം നടക്കുമ്പോൾ എവിടെ വെച്ച് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ
സന്നിധിയിലേക്ക് വരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എപ്പോൾ നീ ഞങ്ങളെ വിളിക്കുമെന്ന് അറിയുന്നില്ല. ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമോ എന്നറിയില്ല കർത്താവേ. എങ്കിലും ഞങ്ങൾ ഓടുക കർത്താവേ. എന്നാൽ ആ ഓട്ടത്തിനിടയിലും എന്നെ കൈപിടിച്ച് നടത്തുന്നത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ട സമയങ്ങൾ ദൈവത്തിന് കൊടുക്കുവാൻ, എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അത് പഠിപ്പിക്കുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അത് തിരിച്ചറിയുവാൻ മാതാപിതാക്കളാകുന്ന ഞങ്ങളെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ നല്ല മൂല്യങ്ങൾ അവർ കർത്താവെ കണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഓരോ നിമിഷവും നിന്റെ ദാനമാണ് കർത്താവെ. ലോകത്തിന് വേണ്ട സമാധാനവും സന്തോഷവും ഒക്കെ നീ അവിടെ നീ നാളുകളിൽ നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളൊക്കെ അവസാനിക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ഓരോ ദേശങ്ങളിൽ പട്ടിണിയൊക്കെ ആകുന്ന കർത്താവെ, ദൈവമേ, സാധനങ്ങൾ കിട്ടുവാനുള്ള പ്രയാസങ്ങളൊക്കെ കർത്താവെ കഠിനമായി കൊണ്ടിരിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവം സകലതും അറിയുന്നതിനായി സ്തോത്രം കർത്താവെ. നീ അവിടുന്ന് ദേശത്തോട് കരുണ തോന്നണമേ, മനസ്സലിവ് തോന്നണമേ കർത്താവെ. ഭരണാധികാരികളോട് അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ, എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ യാചനകളെ അവിടുന്ന് കേൾക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. ശക്തി നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും വിട്ടുപോയ വിഷയങ്ങളോടും പ്രത്യേകിച്ച് ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലായ്പ്പോഴും എന്നേക്കും വസിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ഓൺലൈൻ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുപാടിയ രശ്മിയോട്, സങ്കീർത്തനം വായിച്ച ഡയാനയോട്, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച റിബേക്കയോടുള്ള പ്രത്യേക നന്ദി നമ്മുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച പതിവ് പോലെ പ്രാർത്ഥന നടത്തപ്പെടുന്നതാണ്. അടുത്ത വെള്ളിയാഴ്ചയിൽ ഓരോരോ പാർട്ട് ചെയ്യാൻ ദയവായിട്ട് നിങ്ങൾ വോളണ്ടിയർ ചെയ്യണം. പാട്ട് പാടാനായിട്ട് ഒരാൾ. ആരാ പാട്ട് പാടുന്നേ? സങ്കീർത്തനം 74 വായിക്കാൻ. ഗ്രേസ് മോൾ. ഗ്രേസ് സാം വായിക്കോ? ഓക്കെ, ഗുഡ്. താങ്ക് യു. ഗ്രേസ് ടോണി. പ്രാർത്ഥന. പ്രയർ. നീതു. താങ്ക് യു. പാട്ടുപാടാൻ ഒരാളോട് പറഞ്ഞാട്ടെ. സമയം കളയല്ലേ. അച്ഛാ, ബാബുങ്ങൾ പാടും. ഓക്കെ, താങ്ക് യു.
അപ്പോ അടുത്ത ആഴ്ച പാട്ടുപാടുന്നത് ബാബു അങ്കിള്, സങ്കീർത്തനം വായിക്കുന്നത് ഗ്രേസ്, പ്രാർത്ഥിക്കുന്നത് നീതു. താങ്ക് യു വെരി മച്ച്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് വീക്കെൻഡ്. ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി ഒരുമിച്ച് ആരാധിക്കാം. അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും കാക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബൈ. താങ്ക് യു അച്ഛാ. Thank you, Acha. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു അച്ഛാ.